ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജോർജിയ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. സെക്കൻഡ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 9 മണിയോട് കൂടി നമ്മൾ സ്റ്റേയിൽ നിന്നും ഗുദാവരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു ഗുദാവരിയിലേക്ക്. പക്ഷേ നമ്മളൊരു 3-3.5 മണിക്കൂറോളം എടുത്തിട്ടാണ് ഗുദാവരി എത്തിയത്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് 1-2 സ്ഥലത്തൊക്കെ ഇറങ്ങി അവിടെയൊക്കെ കണ്ടിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടന്നാലോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ ഓർത്തിരിക്കുന്ന ഒരു ദിവസം കേട്ടോ ഈ ദിവസം. വേറൊന്നുമല്ല, ആ ഒരു സ്ഥലവും ആ യാത്രയും അതേപോലെ കണ്ട കാഴ്ചകളും ഒക്കെ എനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. യാത്ര തുടങ്ങി ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിറ്റി ഏരിയ എല്ലാം വിട്ടിട്ട് നമ്മളൊരു റൂറൽ സൈഡിലേക്ക് കടന്നു തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മലകളാണ് ഫുള്ള് കാണുന്നത്. എവിടെ നോക്കിയാലും മൗണ്ടൻസ്, നല്ല പച്ച നിറത്തിലുള്ള മൗണ്ടൻസ്. അപ്പം ഇത് ഭയങ്കര ഒരു സുഖമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലിറങ്ങി. അനൗരി കാസിൽ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ ഒരു 17th സെഞ്ച്വറിയിൽ എന്തോ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാസിലാട്ടോ ഇത്. കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ ഒരു ബിൽഡിങ്. അതിൻ്റെ ഭിത്തിയിലൊക്കെ കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് സ്ക്രിപ്റ്റ് പോലെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് നിന്ന് കാണേണ്ട കാഴ്ചകളും നല്ല ഭംഗിയുള്ളതായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറിയിരുന്നു കേട്ടോ, പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മളെ കൂടാണ്ട് ഒരുപാട് പേര് അവിടെ അത് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളികൾ ഉൾപ്പെടെ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു അവിടെ വെച്ച്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു റിവർ സൈഡിലേക്കാണ് കേട്ടോ. അനൻപുരി കാസിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഓളം ദൂരം ഉള്ളായിരുന്നു ഈ അരഗ്വി റിവറിലേക്ക്. അവിടെ റിവറും അതേപോലെ തന്നെ മൗണ്ടൻസ് കാണാൻ പറ്റും, നിറയെ കാടുമൊക്കെയുള്ള ഒരു സ്ഥലം. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നമ്മൾ സമ്മറിലായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം കുറച്ച് ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെട്ടെങ്കിലും നമ്മൾ ആ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങ് മുഴുകിപ്പോയിരുന്നു. നമ്മൾ ആദ്യം കയറിയില്ലേ അനൗരി കാസിൽ, അത് നമുക്ക് ആ റിവർ സൈഡിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് ആ ഒരു കാസിലാണ്. പിന്നെ ചുറ്റിനും മലകളും കാടും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു അവിടെ നിന്നത് കാണുക എന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് അടുത്തത് നമ്മൾ ഗുദാവരിയിലേക്കാട്ടോ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയധികം മലകൾ കാണുന്നത്. അതും എവിടെ നോക്കിയാലും മൗണ്ടൻസ്, അതും പല പല ടൈപ്പിലുള്ള മൗണ്ടൻസ്. അങ്ങനെ ഞങ്ങൾ ഗുദാവരി പോയിന്റിലെത്തി കേട്ടോ. ഈ ഒരു സ്ഥലത്തിനെ പറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. വിൻ്റർ ടൈമിൽ ജോർജിയ പോയിട്ടുള്ളവർക്കും ഗുദാവരി കണ്ടിട്ടുള്ളവർക്കും അറിയായിരിക്കും. നമുക്ക് ഈ ഒരു സ്ഥലം വിൻ്റർ ടൈമിൽ ഫുൾ ഐസ് മൂടി കിടക്കുകയാണ്. പക്ഷേ സമ്മറിൽ ഇതായി കണ്ടില്ലേ, പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു രീതിയിലാട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ അനൗരി കാസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിയിരുന്നു കേട്ടോ. അതായത് ആ ചൂട് ഒക്കെ മാറിയിട്ട് ഒരു തണുത്ത ക്ലൈമറ്റിലേക്ക് വന്നിരുന്നു. എപ്പോഴും ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മേഘം നമ്മളിങ്ങനെ മലകൾ ടച്ച് ചെയ്യുന്ന പോലെയാണ് അവിടെ കിടന്നിരുന്നത് കേട്ടോ. അത് തന്നെ കാണാൻ ഭയങ്കര ഒരു സുഖമുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡേ ജോർജിയ പോലെ ഓടി നടന്ന് കാണാനും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സെക്കൻഡ് ഡേ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഡേ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് പോയത് തന്നെയാണ് കേട്ടോ. ഇങ്ങനൊരു സ്ഥലം ഞാൻ ഇനി ലൈഫിൽ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല.
കാരണം അതേപോലുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് കിട്ടിയത്. ഈ കാണുന്നത് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്. അവിടെയാണ് ഒട്ടുമിക്ക ടൂറിസ്റ്റും വന്ന് നിൽക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടത് കേട്ടോ. ആ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ ഉള്ളിൽ മറ്റേ 360 ഡിഗ്രി വീഡിയോ ബൂത്തും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരൊരു പക്ഷീനെ അവരുടെ കയ്യിൽ കൊടുക്കും. അതേപോലെ ബബിൾസ് ഉണ്ടാവും, പിന്നെ ഒരു സ്മോക്കും ഉണ്ടാവും കേട്ടോ. സച്ചു ബബിൾസൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു അതിലേക്കൂടെ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ മലയുടെ ആ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഈ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്തോ സച്ചു അതിലേക്കൂടെ എല്ലാം പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി, കാരണം ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. വ്യൂ പോയിന്റിൻ്റെ അവിടെ ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ. അവിടെ ജോർജിയൻ സ്വീറ്റ്സ് ഒക്കെ കുറേ വിൽക്കുന്നുണ്ടായിരുന്നു. നട്ട്സ് ഒക്കെ വെച്ചിട്ട് കുറേ ജോർജിയ വരെ വന്നിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് തന്നെ അന്ന് ഉച്ചയ്ക്ക് ജോർജിയൻ ഫുഡ് കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ടൂർ ഗൈഡിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ജോർജിയൻ ഫുഡ് കഴിക്കണം, അതുകൊണ്ട് ഞങ്ങളെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടുത്തെ ഫുഡിൻ്റെ പേരുകൾ കേൾക്കാൻ തുടങ്ങിയത്. കിൻകാലി, കച്ചാപൂരി എന്നൊക്കെയാണ് മെയിനായിട്ടും കേട്ട പേരുകൾ. ഇതിൽ ഖിൻകാലി എന്ന് പറഞ്ഞ സംഭവം കാണാൻ മൊമോസ് പോലെ ഉണ്ട്, പക്ഷേ ഉള്ളിൽ വേറൊരു മീറ്റിൻ്റെ സ്റ്റഫാണ് വരുന്നത്. അത് വേറൊരു ടേസ്റ്റുമാണ്, മൊമോസിൻ്റെ ടേസ്റ്റ് അല്ല. പിന്നെ ഓഫ് കോഴ്സ് ജോർജിയയിൽ വന്നിട്ട് വൈൻ കുടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് വൈനും കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു സോ മച്ച്. ബൈ.